നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഈ ജ്യോതിഷ വീഡിയോ മീനം രാശിയിൽ ജനിച്ച പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് വേണ്ടിയുള്ളതാണ്. 2026 ഏപ്രിൽ മാസം ഗ്രഹങ്ങളുടെ രാശിമാറ്റങ്ങൾ മീനം രാശിക്കാരെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്ക് നോക്കാം. മീനം രാശിക്കാരുടെ രാശ്യാധിപൻ വ്യാഴമാണ്. വ്യാഴം ഇപ്പോൾ നിങ്ങളുടെ 4ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളുടെ ജന്മരാശിയിൽ സൂര്യൻ, ചൊവ്വ, ശനി എന്നീ ഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നു. നിങ്ങളുടെ 2ാം ഭാവത്തിൽ ശുക്രൻ, 6ാം ഭാവത്തിൽ കേതു, 12ാം ഭാവത്തിൽ രാഹുവിനോടൊപ്പം ബുധനും സ്ഥിതി ചെയ്യുന്നു. മീനൻ രാശിയുടെ അധിപനായ വ്യാഴം 4ാം ഭാവത്തിൽ തുടരുന്നതുകൊണ്ട് അടിസ്ഥാനപരമായി വലിയ കുഴപ്പങ്ങളില്ല. എങ്കിലും പ്രതിരോധശേഷി കുറയാതെ നോക്കുന്നത് ജലദോഷം, പനി എന്നിവ ഒഴിവാക്കാൻ സഹായിക്കും. ബുധൻ രാഹുവിനോടൊപ്പം നിൽക്കുന്നതിനാൽ ഏപ്രിൽ 11 വരെ ചർമ്മരോഗങ്ങൾ, അണുബാധ അല്ലെങ്കിൽ അലർജി, നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട്. ചൊവ്വയും ശനിയും നിങ്ങളുടെ ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ ഈ മാസം പെട്ടെന്നുള്ള തലവേദനയോ സ്ട്രെസ്സോ അനുഭവപ്പെട്ടേക്കാം. ചുരുക്കത്തിൽ ഏപ്രിൽ 11 വരെയുള്ള ചെറിയ മുൻകരുതലുകൾ എടുത്താൽ ആരോഗ്യകാര്യത്തിൽ വലിയ പേടി വേണ്ടതില്ല എന്നാണ് ജ്യോതിഷം സൂചിപ്പിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ സ്ഥാനമായ 5ാം ഭാവത്തിന്റെ അധിപൻ ചന്ദ്രനാണ്. ചന്ദ്രൻ മനസ്സിന്റെ കൂടെ കാരകനായതിനാൽ പഠനകാര്യങ്ങളിൽ മീനം രാശിക്കാർക്ക് ഒരു സ്ഥിരതയില്ലായ്മ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ചില സമയങ്ങളിൽ വളരെ ശ്രദ്ധയോടെയും ഗൗരവത്തോടെയും പഠിക്കുമെങ്കിലും മറ്റു ചിലപ്പോൾ പഠനത്തിൽ നിന്ന് ശ്രദ്ധ മാറുന്ന അവസ്ഥയുണ്ടാകും. ഈ ഒരു മാറ്റം നിങ്ങളുടെ സ്വഭാവത്തിൽ ഈ മാസം പ്രകടമായേക്കാം. ഈ മാസം പഠനകാര്യങ്ങൾ ശരാശരി നിലവാരത്തിലായിരിക്കും മുന്നോട്ട് പോവുക. വലിയ നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ ജൂൺ 2 ശേഷം പഠനത്തിൽ വലിയ പുരോഗതിയും മാറ്റങ്ങളും ഉണ്ടാകും. പരീക്ഷാഫലങ്ങൾ അനുകൂലമാകാനും ഈ സമയം സഹായിക്കും. പ്രണയബന്ധങ്ങളെ സൂചിപ്പിക്കുന്ന 5ാം ഭാവത്തിൽ പാപഗ്രഹങ്ങളുടെ ദൃഷ്ടിയില്ലാത്തതിനാൽ ഈ മാസം നിങ്ങളുടെ പ്രണയജീവിതം പൊതുവെ വളരെ നന്നായിരിക്കും. 5ാം ഭാവത്തിന്റെ അധിപൻ ചന്ദ്രനായതുകൊണ്ട് നിങ്ങളുടെ പങ്കാളിയുടെ സ്വഭാവത്തിൽ പെട്ടെന്നുള്ള മൂഡ് സ്വിങ്സ് അനുഭവപ്പെട്ടേക്കാം. ഇത് ചന്ദ്രന്റെ സ്വാധീനം കാരണമാണ്. ചെറിയ കാര്യങ്ങളെ ചൊല്ലിയുള്ള കലഹങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പങ്കാളിക്ക് കൂടുതൽ പരിഗണനയും സ്നേഹവും നൽകുന്നത് ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും. പ്രണയബന്ധങ്ങളിൽ സന്തോഷം നിലനിർത്താൻ ഈ മാസം പങ്കാളിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ക്ഷമയും കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. 7ാം ഭാവത്തിന്റെ അധിപനായ ബുധൻ ഏപ്രിൽ 11 ശേഷം 1ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ദാമ്പത്യ ജീവിതത്തിൽ കൂടുതൽ ഉന്മേഷവും പുരോഗതിയും ഉണ്ടാകും. ഏപ്രിൽ 11 വരെയുള്ള സമയത്ത് നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യത്തിൽ അല്പം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. പ്രധാനമായും സന്ധിവേദന, വയറിലെ അണുബാധ, ചർമ്മരോഗങ്ങൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ പങ്കാളിക്ക് ചെറിയ തെറ്റിദ്ധാരണകളോ അനാവശ്യമായ ആശങ്കകളോ ഈ സമയത്തുണ്ടായേക്കാം. എന്നാൽ 11ാം തീയതിക്ക് ശേഷം ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറി ജീവിതം കൂടുതൽ സന്തോഷകരമാകും. ചുരുക്കത്തിൽ ഏപ്രിൽ പകുതിയോടെ പങ്കാളിയുടെ ആരോഗ്യവും മനസ്സിന്റെ ആധിയും മാറി ദാമ്പത്യം കൂടുതൽ ദൃഢമാകുമെന്നാണ് ജ്യോതിഷത്തിൽ സൂചിപ്പിക്കുന്നത്. 9ാം ഭാവത്തിന്റെ അധിപനായ ചൊവ്വ ജന്മരാശിയിൽ വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് വലിയ ഭാഗ്യം കൊണ്ടുവരും. സൂര്യൻ ഉച്ചസ്ഥിതിയിലേക്ക് വരുമ്പോൾ സർക്കാർ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും പ്രധാനപ്പെട്ട മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നവർക്കും ദൂരയാത്രകൾ ചെയ്യുന്നവർക്കും വളരെ ഗുണകരമാണ്. ഓഹരി വിപണിയിലും മറ്റു നിക്ഷേപങ്ങളിലും ഭാഗ്യം നിങ്ങളെ തുണയ്ക്കും. 10ാം ഭാവത്തിന്റെ അധിപൻ വ്യാഴമായതിനാൽ കരിയറിൽ മികച്ച വളർച്ചയുണ്ടാകും. ഏപ്രിൽ 14 ശേഷം പുതിയ ജോലിക്കായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏപ്രിൽ 11 ശേഷം ബിസിനസ്സിൽ വലിയ മാറ്റങ്ങളും ലാഭവും പ്രതീക്ഷിക്കാം. രാഷ്ട്രീയത്തിലോ ജോലിസ്ഥലത്തോ ശത്രുക്കളുടെ ശല്യമുണ്ടാകില്ല. നിങ്ങളെ തളർത്താൻ ആർക്കും കഴിയില്ല എന്നതാണ് ഈ മാസത്തെ പ്രത്യേകത. മാനേജ്മെന്റ്, കൗൺസിലിംഗ്, IT, എഞ്ചിനീയറിംഗ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മാസം സുവർണകാലമാണ്.
കരിയറിനെ കുറിച്ച് യാതൊരു ആശങ്കയും വേണ്ട. വലിയ ലക്ഷ്യങ്ങൾക്കായി ധൈര്യമായി മുന്നോട്ട് നീങ്ങുക. മീനക്കൂറുകാർക്ക് ഏറെക്കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകൾ മാറി ഐശ്വര്യപൂർണമായ ഒരു കാലഘട്ടമാണ് ഈ വിഷുസംക്രമത്തിലൂടെ വരാനിരിക്കുന്നത്. നാളുകളായുള്ള കഷ്ടകാലം അവസാനിക്കുന്നു. കടബാധ്യതകൾ കുറഞ്ഞു തുടങ്ങുകയും സാമ്പത്തികമായി ആശ്വാസം ലഭിക്കുകയും ചെയ്യും. കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും തിരിച്ചു വരും. ബന്ധങ്ങൾക്കിടയിലുണ്ടായിരുന്ന അകൽച്ചകൾ മാറും. രാഷ്ട്രീയക്കാർ, സാമൂഹിക പ്രവർത്തകർ, കലാകാരന്മാർ എന്നിവർക്ക് കഴിഞ്ഞ കുറെ കാലമായുള്ള തടസ്സങ്ങൾ മാറി മുന്നേറാൻ സാധിക്കും. ബിസിനസ്സിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. എന്നാൽ ഇടപാടുകളിൽ ആത്മസംയമനം പാലിക്കാത്ത പക്ഷം പുതിയ ശത്രുക്കൾ ഉണ്ടായേക്കാം. വിവാഹം അന്വേഷിക്കുന്നവർക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലെത്തിച്ചേരും. സൽസന്താന ഭാഗ്യത്തിനും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും ഈ കാലയളവിൽ സാധ്യതയുണ്ട്. ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം സ്വന്തമാക്കാം. സ്വന്തമായി വീട് നിർമ്മിക്കാനുള്ള ആഗ്രഹം സഫലമാകും. ഭൂമി ഇടപാടുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരാൻ സാധ്യതയുണ്ട്. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇതുവഴി വലിയ അഭിവൃദ്ധിയും കൈവരും. ഈ സമയത്ത് കൂടുതൽ ഐശ്വര്യം ലഭിക്കുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശാസ്താവ്, ഹനുമാൻ സ്വാമി, നരസിംഹസ്വാമി, ദുർഗാദേവി എന്നീ ദേവതകളെ പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ കഴിക്കുകയും ചെയ്യുക. മീനം രാശിക്കാർക്കായുള്ള ഏപ്രിൽ മാസത്തെ ഫലപ്രവചനങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. ഹരി ഓം.